ഐ ഓൻ്റെ ഒരു കാര്യം എപ്പോൾ നോക്കിയാലും ഓന് എവിടെയെങ്കിലും യാത്ര പോകണം. ചില ആളുകളെ കുറിച്ച് ചില ആളുകളുടെ കാഴ്ചപ്പാടുകളാണ്. അതായത് നിങ്ങൾക്കുണ്ടാവും ഇത്തരം അനുഭവം. ചില വ്യക്തികൾ, നമ്മുടെ സുഹൃത്ത് വലയത്തിലുള്ള ആളുകൾ ചിലപ്പോൾ യാത്ര സമയം കിട്ടിയ യാത്ര പോകും. ചില ആളുകൾ ഞാൻ കണ്ടിട്ട് എനിക്ക് പരിചയമുള്ള കുറേ ആളുകളുണ്ട്, മീൻ പിടിക്കാൻ പോവുക. അവരുടെ ഒരു ഭയങ്കര ക്രേസാണ് അത്. മറ്റു ചില ആളുകൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൻ്റെ ഒരു കഥ, ഓന് മീൻ പിടിക്കാൻ പോകണം. അത് അയാൾക്ക് ഇഷ്ടമുള്ള, അയാളുടെ ബ്ലഡിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ അലതല്ലും. അപ്പം അയാൾക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ചില ആളുകൾ ഭയങ്കര രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കും. കാരണം അവർക്ക് അത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അവരതന്നെയാണ് ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ പറയാറില്ലേ, സച്ചിൻ ടെണ്ടുൽക്കറെ ഒക്കെ വേറെ ഏതെങ്കിലും വിഷയത്തിലൊക്കെ വിട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കാരണം അദ്ദേഹത്തിന് അതും ചെയ്യാൻ പറ്റില്ല, മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ടേസ്റ്റായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഓരോ മനുഷ്യരും ഏറ്റെടുക്കേണ്ട വലിയൊരു ദൗത്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് വളരെ മോശമായൊരു കാര്യമാണ്. ഒരു മനുഷ്യൻ നല്ല രീതിയിൽ അയാൾ എൻജോയ് ചെയ്ത് പോകുന്നൊരു മേഖലയുണ്ടെങ്കിൽ ചിലപ്പോൾ യാത്ര പോകലാവും. എപ്പോൾ തോന്നിയാലും സമയം കിട്ടിയാൽ എവിടേക്കെങ്കിലും ഒരു യാത്ര പോവുക. ചില ആളുകൾ കാട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. കാട്, വെള്ളച്ചാട്ടം, അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാൻ പോകുക എന്നുള്ളതായിരിക്കും അവരുടെ ഇഷ്ടവും ഹോബിയൊക്കെ അതായിരിക്കും. അവരെ അതിഷ്ടമല്ലാത്ത ഒരാളെ എങ്ങനെയാണ് കാണാറ്? ഓൻ്റെ ഒരു കഥ, എൻ്റെ കഥ. ഇത് പലപ്പോഴായി നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലൊക്കെ സംസാരിക്കുമ്പോൾ പറയും. ഇനിയെങ്കിലും തിരിച്ചു പറയുക, അത് അയാളുടെ ഇഷ്ടമാണ്, അയാൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അയാൾ ചെയ്യുന്നത്. അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അയാളെ ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ് സുഹൃത്ത് എന്ന രീതിയിൽ നമ്മുടെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ. ഇനി ചില ആളുകളുടെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ ചെയ്യുന്നതിലെല്ലാത്തിലും എന്തെങ്കിലും നെഗറ്റീവ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അങ്ങനെ അവർ കണ്ടുപിടിക്കുകയും ചെയ്യും, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന പ്രവൃത്തി അതാണ്. ആ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകട്ടെ. അവരെ തിരുത്താൻ നിൽക്കാൻ നമുക്ക് നിന്നിട്ട് ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല. കാരണം അവരെ തിരുത്താൻ കഴിയില്ല. അവർക്ക് അവരുടെ ഉള്ളിലുള്ള ഹോബി, അവരുടെ ഇഷ്ടമുള്ള കാര്യം അതാണ്. അത് അവരും ചെയ്യട്ടെ.